വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതാണെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള നടപടി കോൺഗ്രസും ഇടതുപക്ഷവും എതിർക്കുകയാണ്. ഇരട്ട വോട്ടുകൾ പുറത്തുവരുമെന്ന കാരണത്താലാണ് ഈ എതിർപ്പെന്നും കെ സുരേന്ദ്രൻ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കാസർഗോഡ് ലീഗ് വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർക്കുകയാണ്. CPM സംസ്ഥാന വ്യാപകമായി കള്ളവോട്ടുകൾ ചേർക്കുന്നു. കോൺഗ്രസ് CPMനെതിരെ കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചിരുന്നു. ആ കോൺഗ്രസും CPMനൊപ്പം ചേർന്ന് വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രമേയം പാസാക്കിയെന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. കോൺഗ്രസ് കാലാകാലങ്ങളിൽ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും LDFും വ്യാപകമായ കള്ളവോട്ട് ചേർക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവരുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ അറിയാം, ഇതുപോലെ വ്യാജ വോട്ട് ചേർക്കാനും കള്ളവോട്ട് ചേർക്കാനും സമർത്ഥന്മാരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയോട് എത്ര സ്ഥലത്താണ് അവർ യുദ്ധം ചെയ്തിട്ടുള്ളത്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ അനുഭവമാണ്. കർക്കിടക വാവിന് തർപ്പണം ചെയ്യാൻ പിതൃക്കൾ വരുന്നത് പോലെ മരിച്ചുപോയ ആളുകൾ വന്ന് കേരളത്തിൽ വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് അതിനുവേണ്ടി വലിയ സമരം ചെയ്തിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ്സുകാർ. അതിനെതിരായിട്ട് ആ കോൺഗ്രസും കൂടി ഈ VD സതീശനെ പോലുള്ള നേതാക്കന്മാർ കോൺഗ്രസ്സിൽ വന്നതോടുകൂടി അവരും കൂടി ഇവിടെ SIRനെതിരെ പ്രമേയം പാസാക്കി. രമ്യ ദാസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രമ്യ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കെ സുരേന്ദ്രൻ എന്തെല്ലാം കാര്യങ്ങളാണ് പങ്കുവച്ചത്? രോഹിണി, ഈ ജനാധിപത്യ പ്രക്രിയ ശുദ്ധീകരിക്കുന്നതാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് തുടങ്ങി വെച്ചുകൊണ്ടാണ് ഇന്നത്തെ കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം കോഴിക്കോട് നടന്നത്. അതായത് ഈ SIRലെ ഇരട്ട വോട്ടുകൾ, ഈ SIRനെ LDFും UDFും ശക്തിയുക്തം എതിർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എതിർക്കുന്നത് ഈ SIRലെ ഇരട്ട വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ഇരു കൂട്ടരും ശക്തിയുക്തം എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഈ SIR വന്നാൽ ജനഹിതം അവർക്ക് എതിരാകുമോ എന്നുള്ള ഭയമാണ് ഇരു കൂട്ടർക്കും. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു ഭയം ഇവരെ ബാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് കേരളത്തിൽ ഈ CPIയും ഇവർ രണ്ടു കൂട്ടരും, അതായത് LDFും UDFും ഇതിനെ കൃത്യമായി എതിർക്കുന്നത്. പല മേഖലകളിലും കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഇരട്ട വോട്ടുകളും അതുപോലെ തന്നെ വ്യാജ വോട്ടുകളും ഈ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നത് ഉണ്ട്. അതുപോലെ തന്നെ CPMും അതുപോലെ ലീഗും ഇത് വ്യാപകമായി തന്നെ നടത്തുന്നു. പലയിടങ്ങളിലും ഉദാഹരണ സഹിതം തന്നെയാണ് സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞത്. കാസർഗോഡിന്റെ പല മേഖലകളിലും ഇത്തരത്തിൽ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലീഗിന് കൃത്യമായി തന്നെ മേൽക്കോയ്മയുള്ള മലപ്പുറം ജില്ലയിലെ പല മേഖലകളിലുമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന്റെ സമയത്തും ആറ്റിങ്ങലിൽ മാത്രം 50,000-ലധികം വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തിട്ടുണ്ട് അടൂർ പ്രകാശം അവകാശപ്പെട്ടത്. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് LDFും UDFും ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകൾ, വ്യാജ വോട്ടുകൾ ചേർക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു വോട്ടർ പട്ടികയിൽ ഇത്തരത്തിലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇവർക്കുള്ള ഈ വോട്ടുകൾ നഷ്ടപ്പെടുന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇതിനെ ഇവർ ശക്തിയുക്തം എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ജനാധിപത്യ പ്രക്രിയയിലെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ഇത്തരത്തിൽ. അതിനാൽ തന്നെ ഇതിനെ രണ്ടുപേരും കൃത്യമായി തന്നെ എതിർക്കാതെ ഈ ഒരു ഇതിന് തയ്യാറാകണം, ഇത്തരത്തിലൊരു വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തയ്യാറാകണം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രൻ, BJPയുടെ മുൻ അധ്യക്ഷൻ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. ഈ CPM സാർവത്രികമായി കള്ളവോട്ട് ചേർക്കുന്നു, വിനാശകരമായ ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ LDFും അതുപോലെ തന്നെ UDFും സ്വീകരിക്കുന്നതെന്നും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ശരി, രമ്യ ദാസാണ് വിവരങ്ങൾ നൽകിയത്.